ടോം അങ്ങോട്ട് വരികയായിരുന്നു. രാജൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, പാറു താമസിയാതെ ഒഴിയും. അല്ലച്ചാ നാട്ടുകാരെ ഒഴിപ്പിക്കും. ആന്ധ്ര ഇല്ലാച്ചാൽ കാറ്റ് പോയ ബലൂൺ പോലെയാണ് പെണ്ണുങ്ങള്. പാറുവിന്റെ കാറ്റ് ഇപ്പോഴേ പോയ ലക്ഷണ. രാജൻ ഒന്ന് മനസ്സ് വെച്ചാ മതി, എല്ലാം എളുപ്പത്തിൽ തീരും. ശരിയാണ്, എല്ലാം എളുപ്പത്തിൽ തീരും മനസ്സ് വെച്ചാൽ. ദീപം 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 തിരുമേനി, നമ്മൾ ഇനിയും ഇതിൽ ഇടപെടണം. ഇടപെടണം. ആ കൃഷ്ണൻ നായരുള്ളപ്പം വല്ലതും അത്യാവശ്യത്തിന് കിട്ടിയിരുന്നു. ആ രാജന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മട്ടില്ല. അതിനല്ലേ മണ്ട ഈ ഫണ്ടോ എന്നുള്ള സാധനം. വേലപ്പൻ നായരുടെ കയ്യിൽ നിന്ന് ചോർന്ന് കിട്ടിയ ഭാഗ്യം. എടാ, ഇനിയും നമ്മൾ പിന്മാറിയാൽ നാട്ടുകാർ നമ്മളെ വെറുതെ വിടില്ല. പുലിവാലാണേലും 100 രൂപ പിടിക്കണം. അതാണ് ബുദ്ധി. ഇനി എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? ദാമ ഇനി വരില്ല, വന്നാലും വലിയ രക്ഷയൊന്നും ഉണ്ടാവില്ല. ദൈവത്തോട് കളിച്ചാൽ ഇങ്ങനെയാ. ആരോട് കളിച്ചാലും ദൈവത്തോട് കളിക്കാൻ പാടുണ്ടോ പാറു? ദൈവത്തോട് കളിച്ചിട്ടാ കൃഷ്ണൻ നായർക്ക് ഈ വിധി ഉണ്ടായത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? തിരുമേനി പറയുന്നത് ക്ഷേത്രം പണി വേഗം തുടങ്ങുന്ന, പിന്നെ പൂജാരി ചാടാണല്ലോ. പാറു, നീ എങ്ങും പോകണ്ട. നീയും കുഞ്ഞും ക്ഷേത്രത്തിൽ എന്റെ കൂടെ താമസിച്ചു. കാര്യങ്ങളൊക്കെ തിരുമേനി നോക്കിക്കോളൂ. രാമോനെ അങ്ങോട്ട് മറന്നു കളാ. കത്തി 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 ഞാൻ പറഞ്ഞില്ല. എനിക്കിപ്പോ എന്തെങ്കിലും കാര്യം തിരുമേനി പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അല്ല, എനിക്കിപ്പോ ഇതിലോ ചുക്കൊന്നുമില്ല. അങ്ങനെയോട്ട് മനസ്സിലാക്കും വേണ്ട. പാറു, ഇന്നലെ ഒരു പോലീസുകാരൻ വീട്ടിൽ വന്നിരുന്നു. ദാമോട്ടൻ എവിടെയാണെന്ന് അറിയാവുന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ എന്തോ പറയാനാ? അവരെല്ലായിടത്തും തെരഞ്ഞുകൊണ്ട് നടക്കുക. ദാമുവേട്ടിനെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ നാണി. കയ്യെ കിട്ടിയാ പിച്ച് ചീന്താനാ എല്ലാവരും നിൽക്കുന്നത്. സത്യം ഞങ്ങൾക്കല്ലേ അറിയൂ. പാവം ദാമോട്ടൻ ഇപ്പൊ എവിടെയാണോ ആവോ? ഇനിയിപ്പോ ക്ഷേത്രം കൃഷ്ണൻ നായരുടെ സ്മാരകമായിട്ട് വേണം പണിയാൻ. അതിനുള്ള ഫണ്ട് പിരിക്കാനുള്ള ചുമതല വേലപ്പൻ തന്നെ ഏറ്റെടുക്കണം. തീർച്ചയായും ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഫണ്ട് പിരിവ് നടത്തി നമുക്കൊരു വലിയ ക്ഷേത്രം പണിയണം. അല്ല, നമ്മുടെ രാജ്യത്ത് ഇപ്പോ മൊത്തം എത്ര ക്ഷേത്രങ്ങളുണ്ട്? അതിപ്പോ എങ്ങനെ പറയാ? ഒരു 10-15 ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇനിയിപ്പോ ഒരു ക്ഷേത്രം കൂടെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹമല്ലേ? അച്ഛൻ മരിച്ചതല്ല, നിങ്ങൾ കൊന്നതാണ്. ഞങ്ങൾ കൊന്നു.
രാജൻ എന്താ അങ്ങനെ പറയണേ? കൊന്നത് ദാമുവാണ്. ഫലത്തിലെല്ലാം ഒന്ന് തന്നെ. എനിക്കെന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു. രാജന്റെ നഷ്ടം ഞങ്ങളുടെ എല്ലാം നഷ്ടമാണ്. അതും എനിക്ക് മനസ്സിലാകും. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ രാജന്റെ അഭിപ്രായം? നിങ്ങൾ നിങ്ങളുടെ യുദ്ധം തുടരണം. ഞങ്ങൾ തമ്മിൽ യുദ്ധവും? അപ്പൊ രാജനോ? യുദ്ധം ഉണ്ടായാൽ ആർക്കെങ്കിലും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ എന്റെ തിരുമേനി? തിരുമേനി ചിലപ്പാ വിഷമിക്കണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. എവിടേക്കാ അത്? ദാമൂപ്പരുടെ. ദാമൂപ്പർ സാറേ, ഇതിന് പൈസ ആദ്യം വാങ്ങിച്ചതാ. പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചോ, കൊണ്ടുപോടാ. തിരുമേനി, പരിപാടികളെല്ലാം മുറക്കി നടക്കുന്നുണ്ട്. ബഹിഷ്കരണം തുടങ്ങിക്കഴിഞ്ഞു. വേണ്ടി വന്നാൽ പാറുവിന്റെ പഠിക്കൽ ടിക്കറ്റിൽ നടത്തണം. ചെറിയ പുറത്ത് പുറത്തിയടിക്കണം. തിരുമേനി, ഞാൻ പറയാലോ, ഒരാഴ്ചക്കകം പാറു സ്വയം ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ എന്റെ ഈ പേര് ഞാൻ മാറ്റും. വേലപ്പൻ പേര്. ആ പേര് മാറ്റരുത്. വേല ഇറക്കുന്നവന്റെ അപ്പൻ വേലപ്പൻ എന്നാണല്ലോ. അതുകൊണ്ട് ആ പേര് മാറ്റരുത്. അവിടെ ഒരു ക്ഷേത്രം വന്ന ഉത്സവവും കഥകളിയും വെടിക്കെട്ടായ എന്താ അത്? തോക്ക് കണ്ടാൽ എന്താ ഭയമാണോ? സത്യം പറഞ്ഞ എനിക്ക് തോക്ക് കാണണ്ട. തോക്കെന്നൊരു വാക്ക് കേട്ടാ മതി ഭയ. എനിക്കും. തോക്ക് നിരുപദ്രവിയായ ഒരു ജീവിയാണ്. തോക്കിനെ ഭയപ്പെടരുത്. അതിന്റെ പിറകിലുള്ള മനുഷ്യനെ ഭയപ്പെടണം. നമ്മളെ കാര്യം പറഞ്ഞാൽ നമുക്ക് രണ്ടിന് വല്ല ഭയം. അതിനുള്ള ഉണ്ടയില്ല. അല്ല, ഉണ്ടോ? ആ, കാണും. അപ്പോ രാജാ, നമുക്ക് പിന്നെ കാണാം. പാറു, 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 ഈ കഥ നോക്ക്. കുഞ്ഞിന് എങ്ങനെയുണ്ട് പാറു? കുറവുണ്ട്. ഞാൻ ആ രാമവൈദ്യരുടെ അടുത്ത് പോയിരുന്നു. അയാൾ വരില്ലെന്നാ പറയുന്നത്. അയാൾക്കും പേടിയാ. ആരും കാണാതെയാ ഞാൻ വന്നത്. എന്നാ ഇത് മോന് കൊടുക്ക. നിനക്ക് ഞാൻ കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. ഇങ്ങനെ തുടങ്ങിയ നിനക്ക് വല്ല സൂക്കേടും പിടിക്കും. നീ ഒരു അമ്മയാ, അത് മറക്കരുത്. ഞാൻ പിന്നീട് കഴിച്ചോളാം. അവരിവിടെ ക്ഷേത്രം പണി തുടങ്ങിയാൽ നീ എന്ത് ചെയ്യും? അവരെന്തും കാട്ടട്ടെ, ഞാനിവിടുന്ന് മാറില്ല. നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? പോയിക്കോ. നാണി പൊയ്ക്കോ. നിന്നെ തനിച്ച് വിട്ടിട്ട് ഞാൻ പോവില്ല. ഞാൻ ഇവിടെ കിടക്കാം. പൊയ്ക്കോ. നീ എന്തിനാ ഇവിടെ വന്നു? ഇനി നിന്നെ ഇവിടെ കണ്ടുപോയാൽ നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും.